ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ കണ്ട ഒരു നല്ലൊരു വാർത്ത. കണ്ണൂർ സ്വദേശിയായ സജീർ എന്ന യുവാവിന്റെ ഇടപെടൽ മൂലം ഒരു രോഗി രക്ഷപ്പെട്ട ഒരു വാർത്ത. അത് നല്ലൊരു അറിവായതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നിങ്ങളിലേക്കും കൂടി എത്തിക്കാൻ കേട്ടോ. ഈ കഴിഞ്ഞ ജൂൺ 30 രാത്രി കണ്ണൂർ സിറ്റിക്കടുത്ത് കാപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അപകടം നടന്നു. അതിലൊരു യുവതിക്ക് ഗുരുതരമായ പരിക്കേറ്റ്. ആ യുവതിന്റെ കാലൊക്കെ പൊട്ടിട്ട് തൂങ്ങിക്കിടക്കുകയാണ്. ഈ അവസരത്തിൽ ആംബുലൻസിനെ വിളിച്ച് നാട്ടുകാർ. ആംബുലൻസ് ഉടനടി വന്ന് ആ ആംബുലൻസിലെ ഡ്രൈവർ സജീർ എന്ന യുവാവാണ്. ഈ സജീർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ തന്റെ ഉടുമുണ്ട് ഊരിട്ട് ആ സ്ത്രീയുടെ കാല് ഇളകാത്ത രീതിയിൽ ആ സ്ട്രെച്ചറിൽ 2 കാലും കൂടി കൂട്ടിക്കെട്ടിട്ട് ആംബുലൻസിലേക്ക് കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ അടുത്തെത്തിയപ്പോൾ ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആംബുലൻസിൽ നിന്ന് കാലിങ്ങനെ ഇളകിയിട്ട് പല പ്രശ്നങ്ങളും നേരിടും. അപ്പം ഡോക്ടർമാർ പറഞ്ഞ് പ്രാഥമിക കാര്യങ്ങൾ പഠിച്ച ഒരാളാണ് ഇത് ചെയ്തത്, തീർച്ചയായിട്ടും അദ്ദേഹം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 2 വർഷമായിട്ടുള്ളൂ സജീർ ഈ ജോലിയിലേക്ക് ആംബുലൻസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നത്. പ്രാഥമിക അറിവുകളൊക്കെ പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ ജോലിയിലേക്ക് കയറിയത്. ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങളുടെ ഭാഷയിൽ ഇതിന് സ്പ്ലിറ്റിംഗ് എന്നാണ് പറയാൻ. അത്രക്കും പെർഫെക്റ്റ് ആയിട്ടാണ് സജീർ ഈ പ്രവൃത്തി ചെയ്തതെന്ന് പറഞ്ഞു. സജീറിനെ സംബന്ധിച്ചിടത്തോളം ആംബുലൻസ് ഡ്രൈവറാണ്. എല്ലാ ആംബുലൻസ് ഡ്രൈവർമാർ അങ്ങനെയാണെന്ന് പറയുന്നില്ല കേട്ടോ. പക്ഷെ ഒട്ടുമിക്ക ആളുകളും ഇത്തരം സന്ദർഭങ്ങൾ നിരന്തരം ഇങ്ങനെ കണ്ടിട്ട് ഇതിലൂടെ ഇങ്ങനെ കടന്നുപോയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ജോലിയായിട്ട് മാറിയിട്ടുണ്ടാവും. അവസാനം ഡോക്ടർമാർ പറഞ്ഞു നിർത്തുന്നത് അപകടങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ രോഗികളെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ സജീറിനെ പോലത്തെ പ്രാഥമിക അറിവുകൾ നേടിയ ആളുകൾ മാത്രമേ ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പറ്റൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇത് പറയാൻ കാരണം എന്താ പറയുക, നമ്മളൊരാള് റോഡിൽ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഒരു ഉപകാരമായിക്കോട്ടെ എന്നുള്ള രീതിയിൽ പല ആളുകളും ആ റോഡിൽ കിടക്കുന്ന രോഗിനെ 2 കൈയും 2 കാലൊക്കെ തൂക്കി പിടിച്ചിട്ട് അദ്ദേഹത്തിനൊരു സഹായം എന്നോണം നമ്മളെന്താക്കും വണ്ടിയിലേക്ക് കയറ്റിട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കും. ഈ ഒരു പ്രവൃത്തി മൂലം ആ രോഗിക്ക് ഭാവിയിൽ വളരെ സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മാത്രമല്ല, ഈ ഉപകാരമെന്നോണം ഈ പ്രവൃത്തി ചെയ്ത ആളുകളെ ആ രോഗിയുടെ ജീവിതാവസാനം വരെ ആയിക്കൊണ്ടിരിക്കും. കാരണം ഒരിക്കലും ഒരു രോഗി നമ്മൾ അപകടം പറ്റിക്കഴിഞ്ഞാൽ ഈ തോതിൽ വണ്ടിയിൽ കയറ്റാനോ ആശുപത്രിയിൽ എത്തിക്കാനോ പാടുള്ളതല്ല. റോട്ടിൽ വീണ് കിടക്കുന്ന രോഗിയെ കൈയും കാലൊന്നും അനക്കാതെ അദ്ദേഹം അപകടം പറ്റിയ സ്ഥലത്തേക്ക് സ്ട്രെച്ചർ കൊണ്ടുപോയിട്ട് വളരെ പതുക്കെ അദ്ദേഹത്തെ ചെരിച്ചിട്ട് സ്ട്രെച്ചർ അടിയിലേക്ക് വെച്ചിട്ട് അദ്ദേഹത്തെ സ്ട്രെച്ചറിലേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളെ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലം ഉണ്ടാവുകയുള്ളൂ, ആ രോഗിയുടെ ആരോഗ്യത്തിനും അത് ഗുണം ചെയ്യുകയുള്ളൂ. നമ്മളൊരു അറിവില്ലായ്മ ചിലപ്പോൾ ആ വ്യക്തിയെ ജീവിതാവസാനം വരെ ഒരു രോഗിയാക്കിയേക്കാം. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറഞ്ഞത് പ്രാഥമിക അറിവുകളുള്ള ആളുകൾ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞത്. തീർച്ചയായിട്ടും തന്റെ ഉടുമുണ്ട് അഴിച്ചിട്ട് ഈ ഒരു സൽപ്രവൃത്തി ചെയ്ത സജീർ എന്ന വ്യക്തി ആ നാടിന്റെ അഭിമാനമാണ്, ആ ജില്ലക്ക് അഭിമാനമാണ്, കേരളത്തിന് അഭിമാനമാണ്, ഇന്ത്യക്ക് അഭിമാനമാണ്, ഈ ലോകത്തിന് തന്നെ അഭിമാനമാണ്.